നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 14 ചൊവ്വാഴ്ചയാണ്. ആദ്യം തന്നെ നമുക്ക് ഇന്നലത്തെ വിപണിയിൽ നിന്ന് ആരംഭിക്കാം. നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തതെങ്കിലും ഇന്നലെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഇന്ത്യൻ വിപണിയിൽ കാണാൻ കഴിഞ്ഞത്. വിപണി ഇപ്പോൾ നല്ല പോസിറ്റിവിറ്റിയിലാണ് എന്ന സൂചനകൾ തന്നെയാണ് മാർക്കറ്റ് തരുന്നത്. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, സെപ്റ്റംബറിൽ ചില്ലറ വ്യാപാര പണപ്പെരുപ്പം 1.54% കുറഞ്ഞു. 8 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്ക് കൂടിയാണിത്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ഇന്ധനങ്ങൾ എന്നിവയുടെ വില കുറഞ്ഞതും അനുകൂലമായ അടിസ്ഥാന ഫലങ്ങളുമാണ് ഇപ്പോൾ ഈ ഇടിവിന് കാരണമായിരിക്കുന്നത്. ഇനി മറ്റ് ചില ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർക്കാനുള്ളത്, പണപ്പെരുപ്പം RBIയുടെ കുറഞ്ഞ ടോളറൻസ് പരിധിയായിട്ടുള്ള 2% താഴെ ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇത് ഡിസംബറിൽ ഒരു നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ കൂടുതലായി വർദ്ധിപ്പിക്കുന്നു. ഓഗസ്റ്റ് മാസത്തെ പണപ്പെരുപ്പം 2.07%. 2026 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലെ ശരാശരി പണപ്പെരുപ്പം 1.7%, RBIയുടെ പ്രവചനം 1.8%. കൂടാതെ 2026 സാമ്പത്തിക വർഷത്തിലെ പണപ്പെരുപ്പ പ്രവചനം RBI 3.1% നിന്ന് 2.6% കുറച്ചു. കോർ ഇൻഫ്ലേഷൻ ചെറുതായി ഉയർന്നതായിട്ടാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് പുറമെ ഇന്നലെ മറ്റൊരു ഡാറ്റ കൂടെ പുറത്തു വന്നിരുന്നു. നെറ്റ് ഡയറക്റ്റ് ടാക്സ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഈ ഡാറ്റയും പോസിറ്റീവായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അറ്റ പ്രത്യക്ഷ നികുതി വരുമാനം 6% വർദ്ധിച്ച് 11.9 ലക്ഷം കോടി രൂപയായി. ഈ സാമ്പത്തിക വർഷം ഇതുവരെ അറ്റ പ്രത്യക്ഷ നികുതി 6.3% വർദ്ധിച്ച് 11.89 ലക്ഷം കോടി രൂപയിലായി. കോർപ്പറേറ്റ് നികുതി നോക്കുകയാണെങ്കിൽ 5.02 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം അത് 4.92 ലക്ഷം കോടി രൂപയായിരുന്നു. കോർപ്പറേറ്റ് ഇതര നികുതി നോക്കുകയാണെങ്കിൽ 6.56 ലക്ഷം കോടി രൂപയിലാണ്. കഴിഞ്ഞ വർഷം 5.94 ലക്ഷം കോടി രൂപയായിരുന്നു. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ, സ്പോട്ട് ഗോൾഡ് വീണ്ടും കുതിച്ചുയർന്നിരിക്കുകയാണ്. ഇന്നലെ 2.21% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ 4100 പെർ ഔൺസ് എന്ന മാർക്ക് കൂടി ഇപ്പോൾ ക്രോസ് ചെയ്തിരിക്കുന്നു. US ചൈന ട്രേഡ് ടെൻഷനുകൾ തന്നെയാണ് ഇന്നലെ സ്വർണം ഇത്രയധികം ഉയരാൻ കാരണമായത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 91,960 രൂപയാണ്. ഈ മാസത്തെ ഉയർന്ന നിരക്ക് കൂടിയാണിത്. സ്വർണ്ണവില കുതിച്ചുയരുന്നതിനാൽ സർക്കാരിന്റെ സോവറിൻ ഗോൾഡ് ബോണ്ട് ഡെപ്റ്റ് 1.5 ലക്ഷം കോടി എന്ന റെക്കോർഡ് മൂല്യത്തിലെത്തി. മറ്റൊരു വാർത്തയിലേക്ക്, ഓഗസ്റ്റ് 27 മുതൽ ട്രംപ് ഭരണകൂടം 50% തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യയിലെ തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും കയറ്റുമതിയുടെ US ബിസിനസ് 50% ഇടിവ് നേരിട്ടിരിക്കുന്നു. US വിപണിയിൽ നിന്നുള്ള വിറ്റുവരവ് 50%-ലധികം കുറഞ്ഞതായി കയറ്റുമതിക്കാരിൽ 1/3 പേരും റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസിലുള്ള US മാർക്കറ്റുകളിലേക്ക്, ബ്രോഡ്കോം പോലുള്ള ചിപ്പ് ഓഹരികൾ ഉയർന്നതോടെ തിങ്കളാഴ്ച വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട ഓഹരികളെല്ലാം ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തത്. US ചൈന വ്യാപാര സംഘർഷങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയെക്കുറിച്ച് ശാന്തമായി സംസാരിച്ചതിന് ശേഷമാണ് US മാർക്കറ്റുകളിൽ ഒരു തിരിച്ചുവരവുണ്ടായത്. കഴിഞ്ഞ ആഴ്ച അവസാനം വർദ്ധിച്ചു വരുന്ന വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതിനാൽ ട്രംപ് ഉടൻ തന്നെ ദക്ഷിണ കൊറിയൻ ചൈനീസ് നേതാവിനെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഫോക്സ് ബിസിനസിനോട് പറഞ്ഞതും ഒരു പോസിറ്റിവിറ്റി നൽകി. S&P 500 2%-നോടടുത്തും നാസ്ഡാക്ക് 2.21% ശക്തമായിട്ടുള്ള നേട്ടമാണ് ഉണ്ടാക്കിയത്. മെയ് 27 ശേഷമുള്ള ഒരു ബിഗ്ഗസ്റ്റ് വൺ ഡേ ഗെയിൻ തന്നെയായിരുന്നു നാസ്ഡാക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. AI റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി സ്റ്റോക്കുകളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഇന്ന് US നിന്നും JP മോർഗൻ ചേസ്, ഗോൾഡ്മാൻ സാച്ചസ്, സിറ്റി ഗ്രൂപ്പ്, വെൽസ് ഫാർഗോ തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ ഇതോടുകൂടി ആരംഭിക്കുന്നുണ്ട്. ഇന്നലെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് അവിടെ IT സെക്ടർ തന്നെയായിരുന്നു. 2.29% ഉയർന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ, വിപ്രോ 1.13% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇൻഫോസിസ് 1.21% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.75% ഉയർന്നപ്പോൾ ICICI ബാങ്ക് 0.20% നേട്ടത്തിലും ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ട്രംപിന്റെ പുതിയ നിലപാടുകൾക്ക് ശേഷം ബിറ്റ്കോയിൻ വീണ്ടും ഇടിയുക തന്നെയാണ്. $114,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്, 5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഓയിൽ പ്രൈസുകൾ ട്രേഡ് ചെയ്യുന്നത്. US ചൈനീസ് പ്രസിഡന്റുമാർ തമ്മിലുള്ള വരാനിരിക്കുന്ന ചർച്ചകൾ ലോകത്തിലെ 2 വലിയ സമ്പദ് വ്യവസ്ഥകളുടെയും എണ്ണ ഉപയോക്താക്കളും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ കുറയ്ക്കുമെന്ന് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 1.7%, WTI ഫ്യൂച്ചേഴ്സ്
1.95% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ 3 മാസത്തേക്ക് വെറും 1299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. അതും 55% ഡിസ്കൗണ്ട് കൂടി ഇപ്പോൾ ഈ സമയത്തുണ്ട്. കൂടാതെ ഇനി ആർക്കെങ്കിലും നമ്മുടെ ബിഗിനേഴ്സിനായിട്ടുള്ള ട്രേഡിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് താഴെ നമ്മൾ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അടുത്തതായി പുറത്തു വന്ന ക്വാർട്ടർലി റിസൾട്ടുകളിലേക്കാണ്. ആദ്യം HCL ടെക്നോളജീസ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 4235 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ സെയിം പ്രോഫിറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ റവന്യൂവിൽ 10.7% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. എബിറ്റയിൽ 3.5% വർധനവും കമ്പനി രേഖപ്പെടുത്തി. കമ്പനി ഇൻട്രൻ ഡിവിഡൻഡായി 12 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്തതായി ജസ്റ്റ് ഡയൽ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 22.5% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. 119.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ പക്ഷേ 6.4% വർധനവ് രേഖപ്പെടുത്തി. 303.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അതർ ഇൻകത്തിൽ 35.5% ഇടിവും കമ്പനി രേഖപ്പെടുത്തി. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ആനന്ദ് രതി വെൽത്ത് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 30.9% വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 99.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 22.6% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ കമ്പനി ഇൻട്രീം ഡിവിഡൻഡായി 6 രൂപയുമാണ് പ്രഖ്യാപിച്ചത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമെന്ന് പറയാം. ടെക് മഹീന്ദ്ര, ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ആദിത്യ ബിർള മണി, സിയന്റ് DLM, GTPL ഹാത്വേ, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പേഴ്സിസ്റ്റന്റ് സിസ്റ്റംസ്, ലീല പാലസസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, തൈറോ കെയർ ടെക്നോളജീസ് തുടങ്ങിയവയാണ്. അടുത്തതായി ഇനി മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. RBL ബാങ്ക്. മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന ബാങ്കായ എംബ്രിറ്റ്സ് NBC മണി കൺട്രോളിന്റെ കണക്കനുസരിച്ച് RBL ബാങ്കിന്റെ 51% അധികം ഓഹരികൾ വാങ്ങാൻ വിപുലമായ ചർച്ചകൾ നടത്തി വരികയാണ്. അടുത്തത് KEC ഇന്റർനാഷണൽ എന്ന കമ്പനി. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ട്രാൻസ്മിഷൻ വിതരണ പദ്ധതികൾക്കായി കമ്പനിക്ക് 1174 കോടി രൂപയുടെ പുതിയ വർക്ക് ഓർഡർ ലഭിച്ചു. കമ്പനി ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷത്തെ ഇതോടെ ആകെ ഓർഡറുകൾ 14,000 കോടി രൂപയിലെത്തി. അടുത്ത ലോധ ഡെവലപ്പേഴ്സ് ആണ്. ചൈതന്യ ബിൽവ 499.61 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് ലോധ ബാംഗ്ലൂരുവിൽ 8.37 ഏക്കർ ഭൂമി വാങ്ങി. അടുത്തത് KFin ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. അസറ്റ് ഫണ്ട് സർവീസിൽ, അതായത് സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിൽ KFin ടെക്നോളജീസ് $34.68 മില്യൺ നിക്ഷേപം പൂർത്തീകരിച്ചു. ഇപ്പോൾ 51% ഓഹരികൾ ഇതോടെ കമ്പനിക്ക് സ്വന്തമായി കഴിഞ്ഞു. അടുത്തത് ഐഷർ മോട്ടോഴ്സ് എന്ന കമ്പനിയാണ്. ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ചീഫ് ഗ്രോത്ത് ഓഫീസർ മാരിയോ അൽവിസി 2025 ഡിസംബർ 31 വിരമിച്ചേക്കും. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ RBL ബാങ്ക്, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIIs സെല്ലിംഗ് ആണ് ചെയ്തത്. ക്യാഷ് മാർക്കറ്റിൽ 240 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIs ആവട്ടെ 2333 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,227 58 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വലിയൊരു ഇടിവ് തന്നെയാണ് ഇന്നലെ നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ പ്രതീക്ഷിച്ചത്. പക്ഷേ നല്ലൊരു റിക്കവറി നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും നിഫ്റ്റിയിൽ പോസിറ്റീവായി തന്നെ തുടരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് ഗ്രീൻ ക്യാൻഡിലുകൾ തന്നെയാണ് ഫോം ആവുന്നത്. പക്ഷേ ഒക്ടോബർ 8-ാം തീയതി ഫോം ആയിട്ടുള്ള ആ ഒരു റെഡ് ക്യാൻഡിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് 25,008 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ഒന്ന് കോഷ്യസ് ആയി ഇരിക്കേണ്ടതുണ്ട്. അപ്സൈഡിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെപ്റ്റംബർ മാസത്തെ സ്വിംഗ് ഹൈ ആയിട്ടുള്ള 25,416 ആണ്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിരുന്നു. പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ ആവാൻ സാധ്യതയുള്ളത് 25,150 മുതൽ 25,200 വരെയുള്ള സോണാണെന്ന്. കൃത്യമായി തന്നെ ഇന്നലത്തെ ലോ എന്ന് പറയുന്നത് 25,152 ആയിരുന്നു. ഈ സോണിന്റെ ലോവർ എൻഡിൽ ടച്ച് ചെയ്തതിന് ശേഷം തന്നെയാണ് നിഫ്റ്റി ഇന്നലെ ബൗൺസ് ചെയ്തിരിക്കുന്നത്. അത് ഒരുപാട് പേർ നമുക്ക് താങ്ക്സ് അറിയിച്ചിരുന്നു. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 38% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് അൺവൈൻഡിങ് ആണ് സ്ട്രൈക്കിലുള്ളത്. എന്നാൽ കോൾ സൈഡിൽ 235% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,200 സ്ട്രൈക്കിൽ 16% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 226% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തതായി 25,300 സ്ട്രൈക്കിൽ 60% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് കാണുന്നത്.
കോൾ സൈഡിൽ 78% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസും സപ്പോർട്ടും ആവാൻ സാധ്യതയുള്ളത് 25,250 ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,200 അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 56,625 15 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ്. അപ്സൈഡിൽ ഇനിയൊരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 57,136 ഡൗൺ സൈഡിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ള ഒരു സോൺ എന്ന് പറയുന്നത് 56,300 മുതൽ 56,200 വരെയുള്ള സോൺ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 57,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 56,500. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴിതാ 3 മാസത്തേക്ക് വെറും 1,299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. അതും 55% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ഇപ്പോൾ നല്ലൊരു അവസരമാണുള്ളത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.